ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. യെശയ്യാവ് 43:13. ഇന്നും ഞാൻ അനന്യം തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതുപോലെ ചോദിക്കാൻ കഴിയുള്ള ദൈവം വേറെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കാരണം ഞാൻ തന്നെ അനന്യൻ. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് പറയും, ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ തന്നെ, ഗതിഭേദങ്ങളാൽ ആച്ഛാദനം വരാത്ത ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവിടെ കൃത്യമായി പറയുന്നത്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തികൾ തടുക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഇവിടെ റീനാൻഡി പറഞ്ഞപ്പോഴും സാറാമ സിസ്റ്റർ പറഞ്ഞപ്പോഴും വചനഭാഗത്തിൽ തക്ക സമയം അല്ലെങ്കിൽ ഹാല ദൈവത്തിന്. അപ്പം യേശുക്കർത്ത പലപ്പോഴും മാറിപ്പോയ സ്ഥലത്ത് അവിടെ തന്നെ എഴുതി വെച്ചിട്ട് ആ നാഴിക വന്നിട്ടില്ലായക കൊണ്ട്, അല്ലെങ്കിൽ സമയം വന്നിട്ടില്ലാതെ കൊണ്ട് അത് കാരണം എല്ലാത്തിനും ഒരു നാഴിക ഉണ്ട്. യേശുക്കർത്ത പിടിക്കുന്ന സ്ഥലത്തും പറയുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരം വന്നേരം അവരുടെ സമയം അത്. ആ സമയത്ത് ഹാലേലി ആ സമയത്ത് അതിലൂടെ കടന്നു പോകണം. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹാലേലി ചില കാര്യങ്ങൾ ഹാലേലിയ ചില കഷ്ടതയിലൂടെ ചില പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പലരും പറയൂ എന്തൊക്കെയോ വലിയ കുഴപ്പമുണ്ട് കേട്ടോ അവരുടെ ജീവിതത്തിൽ. കാരണം എന്ന് വെച്ചാൽ നേരെ പ്രാർത്ഥനയൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പാപം എന്തോ ചെയ്ത് രഹസ്യ പാപമല്ല കണി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരുടെയും ജീവിതത്തിൽ ഹാലേലിയ ചില നാഴികയിൽ കൂടെ നമ്മൾ കടന്നു പോകണം. അത് ഇരുട്ടിനെ കൊടുത്തിരിക്കുന്ന അധികാര സമയമുണ്ട്. ഹാലേലൂയ. ഇവിടെ തുടക്കം തന്നെ പറയുന്നത്, ഈ അധ്യായത്തിന് തുടക്കം തന്നെ പറയുന്നത്, ഒന്ന് വായിക്കുക, സ്റ്റാർട്ടിങ് ഒന്ന് വായിക്കുക സാറേ മാസ്റ്ററെ. ആരും വായിച്ചോ, റീനാരി ആരും വായിച്ചോ, കുഴപ്പമില്ല. സാറേ മാസ്റ്റർ മ്യൂട്ടാ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീ കൂടി നടന്നാൽ അത് വിണ്ടുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. മതി സിസ്റ്റർ, മതി. ഹാലേലൂയ. ഇവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അപ്പം ഇസ്രായേൽ അല്ലെ യാക്കോബിനോട് പറയാം, നിന്നെ ഞാനാ സൃഷ്ടിച്ചത്, നിന്നെ ഞാനാ നിർമ്മിച്ചത്, നീ എനിക്കുള്ളവൻ തന്നെയാണ്. ഹാലല്ലേ. എന്ന് വെച്ചാ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, നീ എനിക്കുള്ളവൻ തന്നെ. പക്ഷെ നീ എനിക്കുള്ളവനാണെങ്കിൽ കൂടി ഹാലല്ലേ, നീ വെള്ളത്തിൽ കൂടി കടക്കും, ചിലപ്പം നദിയിൽ കൂടെ കടന്നു പോകും, ചിലപ്പം തീ കൂടെ പോകും. ഹാലല്ലേ. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം, പലരുടെയും വിചാരം, നമ്മൾ ദൈവത്തിനുള്ളതാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നമ്മളും പലപ്പോഴും ചോദിക്കും, കർത്താവെ നീയല്ലേ എന്നെ വിളിച്ചത്, നീയല്ലേ എന്നെ വേർതിരിച്ചത്, നീയല്ലേ എന്നെ വീണ്ടെടുത്തത്, എന്നിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു മാറ്റമില്ലാത്ത, അല്ല എൻ്റെ ജീവിതത്തിൽ എന്താ ഈ കഷ്ടത, അല്ല എൻ്റെ ജീവിതത്തിൽ എന്താ ഈ ബുദ്ധിമുട്ട്, അല്ല ഞാൻ എന്തിനാ ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നത്, നീ ശരിക്കും എന്നെ വിളിച്ചത് തന്നെയാണോ, ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അല്ല, പക്ഷെ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് പറയാം, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്തിനുള്ളവൻ തന്നെയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തിനുള്ളവർക്കും ഹാലിലെ ചില വിഷയങ്ങൾ വരുമോ എന്നാ. അപ്പൊ ഇവിടെ കാണുന്ന വരും, ദൈവം തന്നെ പറയും നീ എനിക്കുള്ളവൻ തന്നെ. പക്ഷെ നീ ഇടയ്ക്കൊക്കെ വെള്ളത്തിൽ കൂടെ പോണ്ടി വരും, തീ കൂടെ പോണ്ടി വരും. ഹാലേലിയ. പക്ഷേ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, നീ അതിലൂടെ പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയത്തില്ല. ഹാലേലിയ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഹാലേലിയ. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മിറക്കിൾ മണി എന്നൊന്നും എനിക്ക് പറയാറിയത്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്നലെ ഞാനിങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പോയിട്ട് തിരിച്ചാൽ ഒരു കരുനാപ്പള്ളിയിലെ ഒരു കുടുംബം എൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. അവരോട് ഞാൻ സംസാരിച്ചപ്പം നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇപ്പം അത് മിറക്കിൾ മണിയാണ്. മിറക്കിൾ മണി ഹാലേലിയ. അതെന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട്, നമ്മൾ പറയാണ്ട്, നമ്മൾ ചോദിക്കാണ്ട് ചിലർ അയക്കുന്ന. അപ്പൊ അത് ശരിയായിരിക്കുമല്ലോ. സത്യം പറഞ്ഞ് നമ്മുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെ നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആരെങ്കിലും നമുക്ക് അക്കൗണ്ടിലെ പൈസ അയച്ചു തരുന്നു. പക്ഷേ അയച്ച ആരാന്ന് നമ്മളിങ്ങനെ തപ്പി പിടിക്കും. കാരണം വെച്ചാൽ നമുക്കിത് വരുമ്പോൾ ഇതെന്താന്ന് വേണ്ടി നമ്മൾ തന്നെ. അപ്പൊ ഞാനിങ്ങനെ അപ്പം മിറക്കിൾ മണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊള്ളാമല്ലോ വാക്ക്. കാലയിലെ കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ
നോക്കിയിട്ട്. അപ്പൊ ഇന്നലെ രാത്രിയും കൂടെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ആരയച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് കുറച്ച് പൈസ വന്നാലല്ലേ. അപ്പം ഇത് എന്താ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ, അപ്പൊ ഞാൻ ഈ വചനഭാഗം ഇങ്ങനെ ഇപ്പൊ എടുത്ത് വായിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, ശരിക്കും പറഞ്ഞാല് ഇതാണ് ദൈവം പറഞ്ഞത്. നീ വെള്ളത്തിൽ കൂടെ പോകും എന്ന് വെച്ചാൽ നീ ഒരു ഹാലയിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെ നീ പോകുന്ന, പക്ഷേല് അവിടെ ഹാലയിൽ നിന്നെ ഞാൻ മുക്കത്തില്ല. കാരണം എന്താട്ടെ, നിനക്ക് എന്താ വേണ്ടതെന്ന്, എപ്പാ വേണ്ടതെന്ന്, ഏത് സമയത്ത് എന്ത് വേണമെന്ന് അറിയുന്ന ഞാൻ. ഹാലെ നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ആ നാഴികയിൽ ലൂയ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹാലലുയ. അപ്പൊ നീ എനിക്കുള്ളതാണ് എന്ന് പറയുമ്പം എനിക്കുള്ളവർക്ക് ഒരിക്കലും ഒരു പ്രശ്നം വരത്തില്ല, എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കുമെന്നല്ല അവിടെ. പക്ഷെ എനിക്കുള്ളവനെ ഏത് പ്രശ്നത്തെ കൂടെ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. എന്റെ കരം താങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്നത് ഞാൻ ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കരുതും. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ചിന്താ മണ്ഡലത്തിൽ വരുന്ന ചില ചിന്തകളെ ഈ പ്രഭാതത്തിൽ നമുക്ക് മാറ്റിക്കളയണം. എനിക്ക് മാത്രം എന്താ കഷ്ടം, എനിക്ക് മാത്രം എന്താ പറയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി ഇല്ലാത്തത്. പറഞ്ഞ പോലെ ഓരോ സമയത്ത് ഓരോ കാര്യത്തിന് ഓരോ സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് അത് നടക്കത്തുള്ളൂ. അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവോ പ്രാർത്ഥനയുടെ കൂടുതലോ കൊണ്ട് അത് നേരത്തെ വരുമെന്നില്ല. ആമേൻ, സ്തോത്ര. അവിടെ എല്ലാത്തിനും ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി എപ്പോഴും ഇവിടെ പറഞ്ഞിട്ട് നീ അവിടെ പറഞ്ഞേക്കുന്നു ആ വാക്യം, നീ എനിക്കുള്ളവൻ തന്നെ. അതിനകത്ത് ഒരു സംശയമില്ല. താരാമസിസ്റ്റർ നോക്കിയിട്ട് ഇപ്പൊ പറയാ നീ എനിക്കുള്ളവള് തന്നെയാ. എനിക്ക് പണ്ട് ഗിദെയോൻ ചോദിച്ചു, ദൈവം നിങ്ങളുടെ കൂടെയാണ്, ദൈവം ഞങ്ങളുടെ കൂടെയാണ്, പിന്നെന്താ ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലേ? നമ്മളും ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, കർത്താവ് നീ ഉണ്ടോ കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന അവസ്ഥ, നമ്മൾ പോകുന്ന പ്രയാസം, നമ്മളെ പലപ്പോഴും നമ്മളോട് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാക്കി. ചോദ്യം ചോദിക്കുന്നവർ ദൈവത്തിന് കോപമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് ചോദിക്കാം, നമ്മുടെ അപ്പനല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം. ചില ആൾക്കാരോ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചോദ്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന, ഇപ്പൊ നമ്മൾ അപ്പനും മക്കളല്ലേ, അമ്മയും മക്കളും ഒക്കെ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. പലപ്പോഴും ദൈവം ചിലതൊക്കെ മറുപടി പറഞ്ഞില്ല, ചിലതിനൊക്കെ മറുപടി പറയാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്നിട്ട് നീ വെള്ളത്തിൽ കൂടെ കിടക്കും, ഞാൻ നിന്നോട് കൂടെ, നീ നദികളിൽ കൂടെ കിടക്കും, അവൻ നിന്റെ മീതെ കവിയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുക, അഗ്നിജ്വാലനെ ദഹിപ്പിക്കുകയുമില്ല. അപ്പൊ തീ കൂടെ നടക്കുന്ന അവസ്ഥ നമുക്കറിയാം. ശദ്രക മേശകിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. അവര് തീയിലേക്ക് പോകേണ്ട അവസ്ഥ വന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാ തീയിലേക്ക് എറിയിച്ചത്. അതിനു മുമ്പേക്ക് ദൈവത്തിന് വിടുവിക്കാതില്ല. പക്ഷേ നീ തീയിൽ വീണില്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കേണ്ട കാര്യങ്ങൾ, പലരുടെയും കണ്ണു തുറപ്പിക്കേണ്ട അനുഭവത്തിലേക്ക് വരുത്തില്ല. അതിനു വേണ്ടിയിട്ട് നിന്നെ തീയിലൂടെ ദൈവം കടത്തിവിടുന്ന. നമ്മളൊരു തീയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വെന്തു പോകത്തില്ല എന്ന് മാത്രമല്ല, അനേകരുടെ കണ്ണു തുറക്കാൻ അത് കാരണമാവുമെങ്കിൽ നമുക്ക് തീ കൂടെ പോകുന്നത് നല്ലത് തന്നെയല്ലേ. ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയും, നമുക്ക് എന്താ പറയാ, വെറുതെ ഇത് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കഷ്ടതയില്ല, ബുദ്ധിമുട്ടും ഇല്ല, ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കണം, അതിന് വിലയുണ്ടാകത്തില്ല അല്ലേ? സത്യമല്ല? ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നന്റ് ആയി ഒരു കൊച്ചിനെ കിട്ടിയ അതിന് വല്ല വിലയുണ്ടോ? ഇല്ല. ആ സമയത്ത് 5 വർഷം കഴിഞ്ഞ് കൊച്ചുങ്ങളുണ്ടാകുന്നത്, അല്ലെ 10 വർഷം കൊച്ചുങ്ങളുണ്ടാകുന്ന ഒരു കൊച്ചിനെ കിട്ടിയാലോ എന്നാ സാക്ഷ്യമായിരിക്കും. ദൈവം കണ്ടെടുത്തെല്ലാം കൊണ്ട് സാക്ഷ്യം. അപ്പൊ ഇവിടെ പക്ഷേല് നമ്മൾ അവിടെയാണ് നമ്മൾ ഹല്ലേലൂയ സുബോധമുള്ളവരുണ്ട്. കർത്താവിന് ചോദിക്കാതെ നമ്മൾ പറയാതെ നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് സാധിച്ചിരുന്നു. എത്ര ആപത്തനർത്ഥങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം നമ്മളെ വിടുവിക്കുക. നമ്മളൊക്കെ റീനാൻറ്റി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന റീനാൻറ്റിന് മിടുക്കൊണ്ടാണോ ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തുന്നത്? അത് വണ്ടിയുടെ പവർ കൊണ്ടാണ്? അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ്. കണ്ണൊന്ന് തുറന്ന്, നമ്മൾ ആത്മക്കണ്ണ് തുറന്നു ഒക്കെ കാണും. നമ്മുടെ ആ വണ്ടിക്ക് പിന്നിലും മുൻപിലും ദൂതന്മാർ. കഴിഞ്ഞ ആഴ്ചയില് ഞാൻ സാംശപാസ സഭയിൽ ചെന്നപ്പോൾ വന്നൊരു ഫാമിലി, ആദ്യമായിട്ട് വന്നൊരു ഫാമിലിയാ. അവരോട് ദൈവം പെട്ടെന്ന് പരിശുദ്ധാത്മ ഇടപെട്ട്, നിങ്ങൾ കുടുംബത്തോടുകൂടി പിശാചി തകർത്ത് കളയാൻ പോയതാണ്. എന്നിട്ട് ആ കാറിന് നമ്പറൊക്കെ സ്വാസ്ഥ പറയുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ കാണുന്നൊരു കാഴ്ച, അതിന്റെ മുൻപിലും പിൻപിലുമായിട്ട് സ്വർഗത്തിലെ ദൂതന്മാർ നിന്നിട്ട് ആ വണ്ടിയെ മാറ്റി. അപ്പൊ അവർ ചോദിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അവർ കുടുംബമായി പോയപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് തീർന്നപ്പെടും. പക്ഷെ അവിടെ കാണുന്നത് അവർ കണ്ട ആക്സിഡന്റ് ഉണ്ടായി, എങ്ങനെയും അവർ എസ്കേപ്പ് ആയെന്നാണ്. പക്ഷെ അല്ല, സ്വർഗീയ ദൂതന്മാർ ആ വണ്ടിക്ക് മുൻപിലും പിൻപിലും നിന്നതിനെ കാവൽ ചെയ്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തെ അനർത്ഥം വരാതിരുന്നത്.
അല്ലെ? അപ്പൊ ഇതുപോലെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെയും നമ്മൾ ഓടിക്കുന്ന വാഹനം നമ്മുടെ ഡ്രൈവിങ്ങിന്റെ സ്കില്ല് കൊണ്ടല്ല, വാഹനത്തിന്റെ ഉറപ്പോ അല്ലെ പവർ കൊണ്ടും അല്ലല്ലോ, ആ സേഫ്റ്റി കൊണ്ടും അല്ല, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളെ ഡെയിലി നടക്കുന്ന ഇപ്പൊ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോ പോലും ഒന്ന് കാല് സ്ലിപ്പ് ആകാതെ പോലും ഹാലേലിയ അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ എല്ലാവരും നടക്കുന്നത്, എല്ലാവരും മിക്കവാറും എല്ലാവരും വീട്ടിലൊക്കെ വെർട്ടിഫൈഡ് ടൈലും ഒക്കെ ആണല്ലോ, ഒരു തുള്ളി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകുന്ന സാധനം. ഇപ്പൊ ഇവിടെയൊക്കെ വീഴാതെ കാലൊന്നും വഴുതാതെ പോലും ഹാലേലിയ നമ്മളെയൊക്കെ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഹാലേലിയ. അപ്പൊ ഈ കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ ഹാലേലിയ എന്താ പറയുന്നേ, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹാലേലൂയ. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ, നമ്മൾ പറയാതെ ഇവിടെ പറയുന്ന അവൻ നീ അതിൽ കൂടെ ഒക്കെ പോകാനിട്ട് നീ അതിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുക, പക്ഷെ പോകുമ്പോഴും എന്റെ കരം നിന്നെ താങ്ങുമെന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്ന നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധ യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലെ ഞാൻ മിസ്രയീമിനെ നിനക്ക് പകരം കൂശിനെ സഭയും കൊടുക്കും. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ രക്ഷകൻ ആരാന്ന് ചോദിച്ചാ ആരാ? കർത്താവ് പറയും ഞാൻ തന്നെ രക്ഷകനെന്ന്. ഹാലേലിയ. നമ്മൾ വിചാരിക്കും നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ചിലപ്പം ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ വൈഫ് ഇത് അവർക്ക് അല്ലെങ്കിൽ ഭയങ്കരം വലിയ നമുക്ക് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അല്ല, ഇവരൊന്നും അല്ല നിന്നെ രക്ഷിക്കുന്ന നിന്നെ രക്ഷിക്കുന്ന രക്ഷകൻ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്, നമ്മുടെ ദൈവം മാത്രം. അപ്പൊ ആ ദൈവത്തെ താഴോട്ട് വായിക്കുമ്പോഴൊക്കെ അറിഞ്ഞ വടക്കിനോട് തരികയും തെക്കിനോട് തടുത്ത് വെക്കുന്ന കൽപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ദൈവം ഒന്ന് അരുളി ചെയ്താൽ, ദൈവം ഒന്ന് കൽപ്പിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? ദൈവം അരുളി ചെയ്ത, ദൈവനോട് പണ്ട് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം പറഞ്ഞത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞ അയാൾ കൊണ്ടുതരും. സംശയമല്ല ഉണ്ടോ? ഇല്ല. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ അമ്മയാണെങ്കിൽ തരത്തില്ല. നമുക്ക് വിഷമം തോന്നിയിട്ടുള്ള കാര്യമുണ്ടോ? എനിക്ക് തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല, നമ്മൾ വിഷമൊക്കെ വരും, നമ്മൾ സങ്കടമൊക്കെ വരും. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ആരോട് എപ്പ കൽപ്പിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ കൽപ്പിച്ചാക്കിയെന്ന് പറയുന്നുണ്ട്. ഹാലേലിയ. ഏലിയാവിന്റെ അടുത്തിരുന്ന ആരാമത്തിൽ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു പറയുന്നു. ഹാലേല. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളാണെങ്കിൽ ചോദിക്കാം കർത്താവേ ഇതെന്ത് പണിയാ, സാരാമത്തിൽ വിധവ ഒരു ശാകപ്പണ്ട് തുള്ളിയുള്ളതും കൊണ്ട് മരിക്കാൻ പോകുന്നു. നമ്മളാണ് അങ്ങനെ തന്നെ ചോദിക്കും. പക്ഷേ അവിടെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ അതിനെ മാറ്റി പറയേണ്ടി വരത്തില്ല, അല്ലേ? അവരുടെ വീട്ടിലൊന്നുമില്ല, ചെന്നപ്പോ നമുക്കറിയാം, അവസ്ഥ അറിയാം. എന്താ പറയാ, ഒരു ശകലം മാവ്, ഒരു ഇച്ചിരി എണ്ണയുള്ള അത് ചുട്ട് കഴിക്കാൻ പോകും. പക്ഷെ ദൈവം കൽപ്പിച്ചെന്നത്. അപ്പൊ കൽപ്പന എപ്പോ പുറപ്പെട്ടെന്ന് ചോദിച്ചാൽ ഏലിയ അവിടുന്ന് പുറപ്പെടുന്നുമ്പോ ദൈവം ഏലിയാവിനോട് സംസാരിക്കുമ്പോൾ ദൈവം വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഉള്ളത്, ഒരു ശകലം ഉള്ളത് അവള് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടെന്നല്ലേ. അവർ ആദ്യം എനിക്കൊരു കുഞ്ഞാടവഞ്ഞി ഉണ്ടാക്കി കൊടുത്തത്. കാരണം എന്താ പറയാ, ദൈവം നേരത്തെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം കൽപ്പിച്ചിട്ട് അവിടുത്തെ പറയും, അയ്യോ ഏലിയാവ് എനിക്ക് മാറിപ്പോയല്ലേ, ഇല്ലെങ്കിൽ ഇവരെ വീട്ടിൽ ഇല്ല, അതുകൊണ്ട് നിനക്ക് വേറൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞോ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ദൈവം എവിടെയാക്കി വെച്ചിരിക്കുന്നുവോ അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. ഇപ്പൊ ഞാനിപ്പോ ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ വീട്ടില് ഇവിടെ ആത്മീയമായ യാതൊരു അറ്റ്മോസ്ഫിയർ, പക്ഷെ ഈ ആത്മീയമായ അറ്റ്മോസ്ഫിയർ ഇല്ലാതെ പോകേണ്ട ഈ ദേശത്തിന്റെ പൈശാചിക മണ്ഡലങ്ങൾ കൊടികുത്തി വാഴുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ മ്ലേച്ഛതയാണെങ്കിൽ, ആത്മഹത്യയാണെങ്കിൽ, കൊലപാതകം, ഈ പറയുന്ന എല്ലാ ദുഷ്ടശക്തികൾ 4 ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം നിന്ന് വാഴുന്നൊരു സ്ഥലമാണ്. ആ ദേശത്തിന്റെ ശക്തികളുടെ ഇടയിൽ ഒരു ബിലീവേഴ്സിന്, ഒരു പെന്തക്കോസ്തുകാർക്കും നന്നായി ജീവിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വളരെ ശക്തമായ പോരുകളുള്ള സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. പക്ഷെ ഇതിനിടയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് മറ്റിടത്തും എല്ലാം അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടു നിർത്തിയിട്ടുള്ള ദൈവം ഞാൻ നിൽക്കുന്നിടത്ത് ദൈവം എനിക്ക് വേണ്ടി യുദ്ധം പ്രവർത്തിക്കുന്നു. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് എവിടെയാണെങ്കിലും സാധിക്കും. നമുക്കറിയാം പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ചെന്നപ്പെട്ടപ്പോൾ യോഹന്നാൻ പറയാം, യോഹന്നാൻ നീ അവിടെ നിന്ന് എഴുന്നേക്ക്, നിന്നെ ഞാൻ പൊക്കിയെടുത്ത് ആത്മാവിലെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിന്നെ അവിടെ പ്രവർത്തിക്കാന്നാണ് പറഞ്ഞേ. ആണോ? അല്ല. കാരണം പത്മോസിന്റെ ഏകാന്ത ആ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ നിൽക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ചെയ്തു.
നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലം പോരാ. ഈ സ്ഥലം ഒട്ടും കൊള്ളില്ല. ഹാലേലിയ. ഈ പട്ടണം ഗർഭനാശമാ. ഹാലേലിയ. ഈ പട്ടണം മരണത്തിന്റെ പട്ടണമാ. ഹാലേലിയ. പക്ഷെ മരണത്തിന്റെ പട്ടണത്തിലാണെങ്കിലും അന്ധകാര മണ്ഡലങ്ങളിൽ ഹാലേലിയ എത്രയൊക്കെ കൊടികുത്തി വാഴുന്ന സ്ഥലമാന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ജയിച്ചിട്ടില്ലെന്ന് പറയുന്നിടത്തും അവിടെ നിർത്തി നിന്നെ ജയിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹാലേലൂയ. അപ്പൊ നമ്മളാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കരുനാഗപ്പള്ളി, ഹാലേലിയ, കോഴിക്കോട്, ഹാലേലിയ, ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ആത്മമണ്ഡലം കണ്ടപോലെ പൈശാചിക മണ്ഡലം, ഹാലേലിയ, മുൻപോട്ട് വിടില്ല എന്ന് പറഞ്ഞ് ഹാലേലിയ ദൈവമക്കൾക്ക് നേരെ വാദിക്കുന്ന വലിയൊരു മണ്ഡലം അവിടെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരാത്മമണ്ഡലം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്നെ നിർത്തി നിന്നെ കൊണ്ട് അവിടെ ചില ദൈവപ്രവൃത്തി ചെയ്യിച്ചെടുക്കുമ്പോഴാണ് അവിടെ ദൈവം ഉണ്ടെന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എല്ലാം അനുകൂലമായിരിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടു നിർത്തിയിട്ട് അവിടെ എന്ത് പ്രവർത്തിച്ചാൽ എന്താ കാര്യം? ഹാലേലിയ. യേശു കർത്താവ് ആദ്യം തന്നെ ഹാലേലിയ ആത്മാശക്തിയോടെ എവിടേക്ക് പോയെന്നാ പറഞ്ഞേ? ഗലീലിലേക്ക് കടന്നു ചെന്ന്. ഹാലേലൂയ. ഇരുട്ടിന്റെ പട്ടണമായ ഗലീലിലേക്ക് കടന്നു എന്നാ പറഞ്ഞേക്കുന്നത്. കർത്താവ് വെളിച്ചമുള്ളിടത്തേക്ക് പോയി നല്ല എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളെ ഓരോരുത്തർക്കും ദൈവം നമ്മൾ ഇരുട്ടിന്റെ പട്ടണങ്ങളിലേക്ക് കടത്തി വിടുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അയ്യോ കർത്താവ് നീ എന്തിനാ എന്നെ ഇവിടേക്ക് അയച്ചത്, ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ എന്നല്ല പറയേണ്ടത്. നീ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെളിച്ചം വ്യാപരിക്കും. അത് വെളിച്ചം വ്യാപരിക്കണം. അപ്പോഴാണ് അവിടെ ഹാലേലിയ ഇരുട്ടിലേക്ക് പട്ടണം വെളിച്ചം കണ്ടു എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഹാലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹാലേലിയ നമ്മൾ പോകുന്നിടത്ത് തീയാണെങ്കിലും വെള്ളമാണെങ്കിലും ഇരുട്ടാണെങ്കിലും പൈശാചിക കോട്ടയാണെങ്കിലും ഹാലേലിയ അതിന്റെ നടുവിൽ നിന്നെ നിർത്തിയിട്ട് ഹാലേലിയ അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞ ഞാൻ തന്നെ അനന്യൻ. ഹാലേലൂയ. എവിടെ പറയുന്നത്? ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടിയിക്കാൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. അപ്പൊ ദൈവം വിടുവിക്കുന്ന ആരില്ലെന്ന് പറഞ്ഞാൽ വിടുവിക്കാൻ കഴിയുന്ന ദൈവം തന്നെയാണ്, പ്രവർത്തിക്കുന്നവനാണ്. ഹാലേലിയ. നമുക്ക് വേണ്ടി ആർക്കും തടുക്കാൻ കഴിയത്തില്ല. ഹാലേലിയ. നമ്മുടെ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറുമെന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹാലേലിയ അവിടെ അതിനോട് എതിർത്ത് നിൽക്കാൻ ഇന്ന് വരെ ഈ ഭൂമണ്ഡലത്തിൽ ഹാലേലിയ ഹാലേലിയ അല്ലെങ്കിൽ ഇന്ന് വരെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവമക്കൾ ദൈവത്തെയാണ് കാണേണ്ടത്. ഇന്ന് ദൈവമക്കളുടെ പല ദൈവദാസന്മാരും പ്രസംഗിക്കാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമക്കൾക്ക് ദൈവത്തെ ഭയമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ പിശാചിന് ഭയങ്കര ഭയമാണ്. ഇന്ന് പിശാചിന് ഭയമുള്ളതുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നത് തന്നെ. പിശാചിന് ഭയമുള്ളതുകൊണ്ട് പലരും ഇന്ന് ഹാലേലിയ എന്താ പറയാ സഭ ആരാധന മുടക്കാതിരിക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ സഭ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥം പറ്റുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കയറുമോ വീട്ടിൽ, ഈ ഭയത്തിലാണ് പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ആ ഭയത്തിലായിരിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവ സ്നേഹത്തിലും ദൈവത്തോടുള്ള ഭയഭക്തിയിലുമായിരിക്കണം നമ്മൾ ഭയമല്ല നമ്മുടെ ദൈവത്തോട് നമുക്ക് തോന്നേണ്ട. ഹാലേലിയ. നമുക്ക് ഭയഭക്തിയാണ് ദൈവത്തോട് തോന്നേണ്ടത്. ഹാലേലിയ. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ ഹാലേലൂയ അവിടെ നമ്മൾ കാണാത്ത പല മേഖലയും ദൈവം നമുക്ക് വേണ്ടി ഹാലേലൂയ. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മളെ അവിടെ നിന്ന് മാറ്റും ദൈവം ചില സമയങ്ങളിൽ. അവിടെ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് കർത്താവേ അവിടെ നല്ലൊരു ഇതായിരുന്നില്ലേ, ഞങ്ങൾ നല്ല സേഫ് ആയിരുന്നില്ലേ, നല്ല ജോലി ആയിരുന്നില്ലേ, നല്ല ശമ്പളമായിരുന്നില്ലേ, അല്ലെ നല്ല ഇതായിരുന്നില്ലേ, നീ എന്തിനാ അവിടെ നിന്ന് മാറ്റിയെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് അപ്പോഴുള്ള മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് അതിന് ശേഷമുള്ളതും ഹാലേലിയ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാം ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പൊ ദൈവം നമ്മളെ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ മാറ്റുമ്പോൾ ഹാലേലിയ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെതായ പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹാലേലിയ അതിനുവേണ്ടി വിധേയപ്പെടുക ചെയ്യുന്നത്. ഹാലേലിയ. അപ്പൊ നമുക്ക് പക്ഷെ പലപ്പോഴും നമ്മൾ അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യം കടന്നു പോകുന്ന സാഹചര്യത്തിലെല്ലാം നമുക്കത് വേദനയായിരിക്കും അല്ലെ. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കതിന് ഓർത്ത് സന്തോഷം വരും. കാരണം അന്ന് അവിടെ നിന്ന് മാറിയത് നന്നായി, അല്ലെ അന്ന് അവിടെ ദൈവം മാറ്റിയത് നന്നായി, അല്ലെ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് അതിനെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യും. കാരണം എന്താ അവിടെ എല്ലാം അത് ദൈവം മഹത്വത്തിനാക്കി മാറ്റും. അല്ലെ നമുക്ക് പറയുന്ന നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന വാക്യം പോലെ ദൈവം നമുക്ക് ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക്, ദൈവത്തിന്റെ പക്കൽ തിന്മയൊന്നുമില്ല. ഹാലേലി. ഇവിടെ ഹാലേലി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളുമില്ല. ദൈവത്തിന് എവിടെയും ഹാലേലി എപ്പോഴും ഹാലേലി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഹാലേലിയ ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പുകാരന് നമ്മുടെ ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവയാണ് നമുക്ക് വേണ്ടിയിട്ട് അരുളി ചെയ്യുന്നത്. ഹാലേലി. ഇവിടെ കർത്താവ് തന്നെ അനന്യം. ഹാലിത് കർത്താവ് എന്നും ഒരിക്കലും മാറ്റം വരുത്തില്ല. നമ്മുടെ ദൈവം ഇന്നലകളെ പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. നമ്മുടെ അവസാനത്തോളം ഹാലേലിയ നമ്മളെ കാക്കുന്ന ദൈവമാണ്. അവിടെയൊക്കെ നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഒരു ചെറിയ നമ്മുടെ ബീനസൂസ് പറഞ്ഞ ഒരു ചെറിയ പെൺകൊച്ചിലൂടെ ആയിരിക്കും ഇടപെടുന്നത്.
അടിമയായി പിടിച്ചുകൊണ്ട് പോയ ഒരു ചെറിയ പെൺകുട്ടി. ഹാലലി എന്താ ആമേ ഹാലലി അവിടെ പറഞ്ഞ അയ്മാന് കുഷ്ഠമുള്ളപ്പോ പറഞ്ഞു ഹാലലിയ, നിങ്ങൾ ഇസ്രായേലിലേക്ക് പോയി അവിടെ ഒരു പ്രവാചകനുണ്ട് കേട്ടോ ഹാലലിയ, അവിടെ ചെന്ന അയ്മാന്റെ അസുഖം സുഖമാകും. അപ്പൊ അവിടെ ഇടപെട്ടതാലും ചെറിയൊരു പെൺകൊച്ചിനെ കൂടെ ഇടപെട്ടത്. ഹാലലൂയ. അപ്പൊ അവളെ പറഞ്ഞ വാക്ക് കേട്ട് അവരത് പോയപ്പോൾ അവർക്കൊരു വിടുതൽ അവിടെ നടന്നു. ഹാലെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹാലെ, പക്ഷെ അക്ഷരാർത്ഥ അവസാനം എന്തായിരുന്നു വെച്ചാൽ ഹാലെ സന്തോഷത്തോടെയാണ് നൈമ മടങ്ങി വന്നത്. ഹാലലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മളോട് ചിലപ്പോൾ ഇടപെടുന്ന അങ്ങനെ ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവിടെ നൈമം പ്രതീക്ഷിച്ചത് എന്താ? ഏലീശ ഇങ്ങോട്ട് ഇറങ്ങി വരും, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്നിട്ട് ആട്ടും, എന്നിട്ട് കുഷ്ഠത്തെ മാറ്റും. ഹാലെ നമ്മളും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഹാലെ കാരണം നമ്മുടെ പ്രതീക്ഷ മൊത്തം ദൈവം ഇപ്പൊ സ്വർഗത്തിൽ ദൂതനെ ഇങ്ങോട്ട് അയക്കും, ദൂതൻ വന്ന് നമുക്ക് വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് ചിലപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവം ദൂതനെ ഒന്നും അയക്കത്തില്ല. ഹാലയിൽ ചിലപ്പോൾ ദൈവം ഹാലയിൽ ഒരാളെ പോലും അയക്കത്തില്ല, ഒരു വ്യക്തിയെ പോലും അയക്കത്തില്ല ദൈവം, പക്ഷെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ ഇമാജിനേഷനൊക്കെ എന്താ? ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച കർത്താവ് ഒത്തിരി പേര് സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദൂതനെ അയച്ച് അവർക്ക് അത് കൊണ്ട് കൊടുത്ത് ഇത് കൊണ്ടെടുത്ത്. അപ്പൊ നമുക്കും അങ്ങനെയൊക്കെ വല്ലത്തില്ല, നമുക്ക് അങ്ങനെയൊന്നും പ്രവർത്തിക്കാം. നമുക്ക് ഒരാൾക്ക് പ്രവർത്തിച്ച പോലൊന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. കാരണം നമ്മുടെ കൊല്ലത്ത് തന്നെ അല്ലെ പണ്ട് അല്ലെ ഒരു വീട് ജപ്തിയാൻ പോകുന്ന സമയത്ത് ഹാലയിൽ അവർക്ക് ഒരു നല്ല സുന്ദരനായ ഒരു മനുഷ്യ അവർക്ക് കൊണ്ടുവന്ന് ആ കറക്റ്റ് കോടതിയിൽ അന്ന് അടയ്ക്കേണ്ട ഹാല അവരെന്നേരം അവർ മാത്രം വിശ്വാസമില്ല. അവർ പറഞ്ഞത് ഹാലെ അവരന്ന് ആ ജപ്തി വീട്ടിൽ മറ്റാർക്കും അറിയത്തില്ല ഇതെങ്ങനെ. അന്നേരമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്ന് അന്ന് പൈസ അടച്ചില്ലെങ്കിൽ ജപ്തിയാവും ഹാലയില്. അങ്ങനെ ആ ഓർഡർ പുറപ്പെട്ട അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട്, കാരണം അവർ വിശ്വാസിയൊക്കെ ആണെങ്കിൽ കൂടി അവർക്ക് നാണക്കേട് കൊണ്ടവര്. പക്ഷേ അവര് വീട്ടിലിരിക്കുന്ന സമയത്ത് ഹാലയിൽ പെട്ടെന്ന് ആരോ ഒന്ന് കോളിംഗ് ബെല്ലടിച്ച് അവർ ചെന്ന് കഥ തുറന്നു നോക്കിയപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഹാലയിൽ എന്തോ ഒന്ന് കയ്യിലേക്ക് കൊടുത്തൊരാള് അലാപ്പുരം ബാ കയറിയിരിക്കുന്നു പറഞ്ഞു. അവരെ മുമ്പേ അങ്ങോട്ട് നടന്ന് പുറകെ ആള് വരുമെന്ന് വെച്ചാൽ അവരകത്തോട്ട് സിറ്റ് ഔട്ടിലോട്ട് കയറിയിട്ട് അല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഹാല അവരെ പൊതി അയച്ചു നോക്കിയപ്പോൾ കോടതി അയക്കേണ്ട കറക്റ്റ് ചില്ലറ പൈസ സഹിതം കറക്റ്റ് കൃത്യ എമൗണ്ട് ഉണ്ടായിരുന്നു. ഹാലയില് അവർ പറഞ്ഞു ഞാൻ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല ഹാലയില്. അപ്പൊ അവര് പറഞ്ഞ സാക്ഷി വെച്ചാൽ അത് യേശു കർത്താവ് തന്നെയാണെന്ന് ഹാലയില് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനായിരിക്കും. ഹാലയിലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം കേൾക്കാൻ നമ്മളും വിചാരിക്കും നമ്മുടെ ആവശ്യത്തിന് ചിലപ്പോൾ ഇങ്ങനെ ദൈവം കൊടുത്തു വിടുമെന്നിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ദൈവം കൊടുത്തു വിടത്തില്ല ഹാലെ. കാരണം വെച്ചാൽ നീ ഹാലെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വഴിയിലൂടെ പ്രവർത്തിക്കും. ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്തമായ രീതിയിലൂടെ പ്രവർത്തിക്കും. നമുക്കറിയാം ഹാലയിൽ എന്താ പറയാ, ആമേ ഹാലെ 12 വർഷം രക്തസ്രാവക്കാരത്തെ സ്ത്രീക്ക് ആരും പ്രാർത്ഥിക്കേണ്ട, ആരും തൊട്ടില്ല. അവള് ഹാലെ ദൈവത്തിന്റെ കർത്താവിന്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളെ വിടുവിച്ചു. എല്ലാവരും ചെന്ന് തൊങ്ങലിൽ തൊട്ടാ വിടുവിക്കുവോ? ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് യേശുകർത്താവിന് തിക്ക് ഞെരുക്കാൻ പുരുഷാരും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും വിടുക്കലിൽ പ്രാപിച്ചില്ലെങ്കിലും പക്ഷെ ഇവൾ പോയി വിടുതൽ പ്രാപിച്ചു. കാരണം അതുപോലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ അല്ല സാറാമസ്കണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോ ഹാലയിലിയ വിശ്വാസം കാണുമ്പോൾ ഹാലയിലിയ പ്രാർത്ഥന കാണുമ്പോഴൊക്കെ ഹാലയില് നമ്മൾ വിചാരിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്നോട് പല പ്രാവശ്യം ഇടപെട്ടുള്ള വചനമാണ് ഹാലയിൽ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, ശലോമോൻ 1000 ഹാലയിൽ ഹോമയാഗം കഴിച്ചെന്ന് വചനത്തിൽ 26 ദിവസത്തെ എഴുതിയിട്ട്. അതുകൊണ്ട് നമ്മൾ അന്ന് ഞാൻ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഞാൻ എടുത്തത്. എന്റെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ എന്റെ ജനത്തിനൊത്തോടെ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്ത് സിസ്റ്റർ 1000 തവണ എഴുത്. അപ്പൊ സിസ്റ്റർക്ക് ദൈവം വിടുതൽ കൽപ്പിക്കും. അപ്പൊ ഞാൻ ഈ വചനഭാവം വായിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ ശലോമോൻ അവിടെ ഞാൻ സമ്പത്തൊന്നും അല്ലല്ലോ ചോദിച്ചു. ശലോമോൻ ചോദിച്ച ദൈവത്തിന്റെ ജ്ഞാനവും വിവേകം പറഞ്ഞത്, ഞാൻ പിന്നെ എഴുതുന്നെങ്കിൽ പിന്നെ എന്തിനാ സമ്പത്തരമുണ്ട്, ഞാനും വിവേകം കിട്ടിക്കഴിഞ്ഞത് അതല്ലേ അതിനെക്കാട്ടി വല്ലതും പറഞ്ഞു. ഞാൻ കുത്തിരുന്ന് അത് എഴുതിയാലേ. ഇപ്പൊ അത് കേട്ടിട്ട് കാലയില് നമ്മൾ മറ്റുള്ളവർ പോയിട്ട് ഞാൻ 1000 തവണ അത് എഴുതാമെന്ന് ചോദിച്ചിട്ട് കാലം. പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനോട് ഞാൻ ഞായറാഴ്ച രാവിലെ ചർച്ചിപ്പാനായിട്ട് കാലയില വചനം വായിക്കുമ്പോൾ എന്നെക്കൊണ്ട് ദൈവം ഈ വചനഭാഗം എനിക്ക് വായിക്കാൻ. അപ്പൊ ഞാനിങ്ങനത്ത് ശലോമോൻ 1000 ഹോമയാഗം കഴിച്ചു. എനിക്കിപ്പോ എന്തായാലും ഹോമയാഗം കഴിക്കാൻ പറ്റും, പക്ഷെ നമുക്കൊരു യാഗം കഴിക്കാൻ പറ്റും, സ്തോത്രയാഗം കഴിക്കാൻ പറ്റും. ഹാലേലിയ. അപ്പൊ ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് 45 കിലോമീറ്റർ ഉണ്ട് ഹാലയില് ഞാൻ ചർച്ചിൽ പ്രദേശം. അപ്പൊ ഞാൻ അവിടെ ചെല്ലും വരെ ഞാൻ സ്തോത്രം പറയുന്നു. എന്തായാലും 1000 സ്തോത്രത്തെക്കാട്ടി മേലെ പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് അവിടെ വണ്ടി എടുത്ത പോലെ സ്തോത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വണ്ടി ഓടിച്ചു ഹാലയില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്തുതിക്കും സ്തോത്രത്തിനും ഹാലയില് ഭയങ്കര പവറാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ കടന്നു പോയ ആ വണ്ടി ഓടിപ്പോയ സകല വഴിയിൽ നമ്മുടെ സ്തോത്രത്തിന്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ പോകുന്ന മേഖലയിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്.
ഹാലേലൂയ. അപ്പൊ നമുക്ക് ദൈവം ചില സമയങ്ങളിൽ നമ്മളോട് ഇതുപോലെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പൊട്ടന്മാരെ പോലെ അത് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഹാലേലിയ, ആമേ ഹാലെ, മക്കൾക്ക് ഹാലെ ഞാനും വലിയ ഹാലേലിയ, വലിയ ബുദ്ധി ഒന്ന് ചിന്തിച്ചിട്ട് ഹാലേലിയ, വലിയ ലോജിക് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളോട് ദൈവത്തിന്റെ ആത്മ ഉള്ളിൽ എന്താണ് ഇടപെടുന്നത്, പൊട്ടന്മാരെ പോലെ അതങ്ങോട്ട് ചെയ്യുക. പലപ്പോഴും ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് അവിടെ പോയിട്ട് ഒരാഴ്ച ലേഡീസ് മീറ്റിംഗ് തിരിച്ചു ഞാൻ ഒന്ന് 2 വീലർ എടുത്താൽ പോയത്. തിരിച്ചെന്നപ്പോൾ ഞാൻ റോഡ് നീളെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് വലിയ കൂവി വിളിച്ച് വലിയ ശബ്ദത്തിലൊക്കെ കേൾക്കുന്ന പെരുമഴയാണ്. അല്ലെ, അപ്പൊ അവിടെ ഇവിടെ വരെ അങ്ങനെ വന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ പോകുന്ന ആ ഭാഗത്തൊക്കെ എത്ര സഭ വന്നിട്ടുണ്ടെന്നറിയോ? എത്ര സഭകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഒരു അന്യഭാഷ അല്ല ഒരു സ്തോത്രമായിരിക്കും. അവിടെ ദൈവം അത് പ്രവർത്തിക്കും. അത് ദൈവം എപ്പോ പ്രവർത്തിക്കും? ഞാൻ കുറെ പ്രാവശ്യം ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ചോദിച്ചാൽ നമുക്കറിയാം. നമ്മളിവിടെ നമ്മുടെ വീട്ടുകാർ പോലും വിടുവിക്കപ്പെട്ടിട്ടില്ല എന്നറിയാം. പക്ഷെ അവിടെയൊക്കെ പലരും നമ്മളെ നോക്കി ചോദിക്കാറുണ്ട്, ആദ്യം തന്റെ വീട്ടിലെ ആൾക്കാരെ വിടുവിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വേദനയല്ല തോന്നുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പറയണം, നേരത്തെ പറഞ്ഞ പോലെ കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് പറഞ്ഞതുപോലെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആ നാഴിക വരാത്തത് കൊണ്ടാണ് അവിടെ പ്രവർത്തി നടക്കാത്തത്. അല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ശക്തി ഇല്ലാത്തത് കൊണ്ട്. നമ്മൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ ചലഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കർത്താവ് ഈ പ്രവർത്തി ഇന്നോ നടക്കണം, മറ്റുള്ളവർ മുമ്പ് ഞങ്ങൾ നിന്ദയായപ്പോൾ, ഞങ്ങൾ പരിഹാസമായപ്പോൾ ദൈവം പ്രവർത്തിച്ചേ പറ്റുന്നുള്ളൂ ഇതൊക്കെ പറയണം നമ്മളല്ലേ. പക്ഷെ ദൈവം അനകത്ത് പോലും ഇല്ല. കാരണം മോളെ ഇതിപ്പോ പ്രവർത്തിക്കാനുള്ള ആ നാഴിക എത്തിയിട്ടില്ല. ഹാലേലൂയ. മാനുഷ്യമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യം ദൈവത്തിന്റെ ഹാലേലൂയ. ഇന്നലെ ഞാനിങ്ങനെ ദേവദാസോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയണ്ടേ, പലപ്പോഴും പലരെയും ഹാലേലൂയ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കാൻ പോലും കഴിയാതെ കൊണ്ട് മാറ്റിക്കളയുന്നതിന്റെ കാര്യം ഒന്നുകിൽ ഹാലേലൂയ അവർ പോയി പെടുന്ന ദൈവദാസന്മാരുടെ വരുന്ന ബിറ്റർ എക്സ്പീരിയൻസ്, ഇല്ലെങ്കിൽ ചില ദൈവദാസന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടക്കാതെ നിങ്ങൾ പാപിയായി. രണ്ടാണെങ്കിലും അവരെ ദൈവത്തോട് അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിനോട് അടുപ്പിക്കാനായിട്ട് ദൈവത്തിന് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ഇന്ന് ആരും മെനക്കെടുന്നില്ല. നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന ഒരു വിശ്വാസം, ഒരു കുഞ്ഞാകട്ടെ, അതിന് വേണ്ടുന്നത് എന്താണോ അത് നമുക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി മാറ്റാൻ ആർക്കും സമയമില്ല. നീ എങ്ങനെയായാലും പോയാൽ കുഴപ്പമില്ല, ഇവിടെ കറക്റ്റായിട്ട് സ്തോത്രകാഴ്ചയും ടൈത്തും കിട്ടിയാൽ മതി പറയുന്ന ആൾക്കാരാണ്. ഹാലേലൂയ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാറി. നമ്മളാരും കുറ്റം വിധിക്കാനല്ല ഇരിക്കുന്നത്. നമുക്ക് പലയിടത്തും പലപ്പോഴും പോകുമ്പോഴും പലരെയും കാണുമ്പോഴും ഇന്നും നമുക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഞാൻ പണ്ടും ദുബായിലായിരുന്ന സമയത്ത് അവിടെ ആയിരിക്കുന്ന ഒരു സഭയിൽ ഞങ്ങൾ പോകുന്നത്, അവിടെ ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്, അവിടെ വന്നേക്ക് ഒത്തിരി പേര് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നേക്കുന്നവരാ. വന്നിരിക്കുന്നവർ സത്യം പറയാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അവരെ എന്താ പറയാ, നമ്മള് സ്വന്തമായ ഒരു വിഷയം വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ച് സ്വന്തമായിട്ടൊന്ന് ആത്മാവിൽ ഒന്ന് ജാഗരിച്ച് വചനം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വിടുതലെടുക്കാൻ അവർക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാ അവിടുത്തെ ദൈവദാസൻ കൊട്ടേഷൻ എടുക്കുന്ന ആള് പോലെ എല്ലാവരെയും പ്രാർത്ഥന വിഷയം ഏറ്റെടുത്ത് പോലും തന്നെയെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കട്ടെ, നല്ലോണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ് പുള്ളിക്കാരൻ. പക്ഷെ എല്ലാവരുടെയും വിഷയങ്ങൾ സിസ്റ്റർ വിഷയം എന്താ പറഞ്ഞു, നമ്മുടെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി പ്രാർത്ഥിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല കാര്യം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നാളെ ഇവർ മറ്റൊരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടുപോയാൽ ഇവരെങ്ങനെ പുറത്തു വരും? നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മാറ്റിയിട്ട് ഇപ്പൊ എല്ലാവരെ കൊണ്ട് വചനം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, വചനം പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വചനം വായിക്കാനായിട്ടിടെ എത്ര സമയം കിട്ടിയെങ്കിൽ ഒരു വചനം എടുത്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഭാവം വായിക്കുമ്പോൾ നമുക്ക് അത് ഇവിടെ ഒന്ന് പറയണമല്ലോ എന്ന് ഓർത്തിട്ടെങ്കിലും അല്ലേ, അത് നമ്മൾ വചനത്തോട് അടുപ്പിക്കും. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കണം, നിർബന്ധം. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും പ്രാർത്ഥിക്കാതെ ലീവാകരുത്. നമ്മൾ പറയുന്നത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ലീവായി നമുക്ക് വിഷമം. കാരണം വെച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടത് പറയാം, എല്ലാവരും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരാൾക്കൊരു വിഷയം വന്നപ്പെട്ട ആ സിസ്റ്റം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു വിഷയം വന്നു ആരെയും വിളിക്കണ്ട, നമുക്ക് നമ്മുടെ മുറിക്കുള്ളിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകുന്നതിന്റെ കാര്യം ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാടാണ്. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നിനക്ക് മുട്ടുമടക്കാൻ കഴിയണം, നീ പ്രാർത്ഥിക്കാൻ കഴിയണം, നിന്റെ വിഷയങ്ങൾ നീ കൈകാര്യം ചെയ്യണം. ദൈവനെ പലപ്പോഴും എനിക്ക് അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ആരെങ്കിലൊക്കെ വിളിച്ച് ആരെയും ഫോൺ എടുപ്പിക്കാതെ കേട്ട് ദൈവം എന്നോട് പരിശുദ്ധൻ നിനക്ക് എന്താ പ്രാർത്ഥിച്ചാൽ ഈ
ചോദ്യം എന്നോട് പല പ്രാവശ്യം വന്നത്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കാര്യത്തിന് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്തിന് ദൈവം എനിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഹാലയിലെ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യണം. അല്ലെ, നമ്മുടെ അമ്മ കഴിഞ്ഞ ദിവസം ആൻമോള് പറഞ്ഞു, പാസ്റ്റങ്ങൾ എനിക്ക് അവിടുത്തെ ക്യൂസ് ബൈബിളിന്റെ എന്തൊക്കെയോ അതിന്റെയൊക്കെ ഇത് റെസ്പോൺസിബിലിറ്റി ഞാൻ നന്നായി. കാരണം എന്താ, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സാറാമ സിസ്റ്ററൊക്കെ ക്യൂസൊക്കെ നടത്താറുണ്ടല്ലേ, ബൈബിൾ ക്യൂസൊക്കെ. അപ്പൊ എന്താ, അതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഇതെല്ലാം തപ്പിപ്പിടിച്ച് ഇതെല്ലാം ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാക്കി ഇതിന്റെ ആൻസറൊക്കെ എഴുതി ഇത് പ്രിപ്പയർ ചെയ്യും. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളും പ്രിപ്പയർ ആകുക ചെയ്യും. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എല്ലാ ഭാഗവും കൃത്യമായി കവർ ചെയ്ത് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ആവശ്യങ്ങൾ മാത്രം എക്സാമിന് വരുന്ന മാത്രം നന്നായിട്ട് പഠിക്കും, ബാക്കിയുള്ളതൊക്കെ പയ്യെ മാറ്റി വെക്കും. പക്ഷേ ഇവിടെയൊക്കെയാണ് നമ്മളെ ദൈവം, അങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വചനം പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കണം അല്ലേ, അല്ല ദൈവം പറയുന്ന ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം നമുക്ക് ദൈവം തരുന്നത് അതെടുക്കണം. എന്നിട്ട് നമ്മൾ അത് പറയാം. അപ്പൊ നമ്മൾ പറയുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഉത്തരവാദിത്വം നമുക്ക് ദൈവം തന്നില്ലെങ്കിൽ നമ്മൾ അത് മടക്കി വെച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങും. കാരണം ഇവിടെയൊക്കെ നമുക്ക് ദൈവം ഓരോ സാഹചര്യത്തിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മൾ എക്യുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ ദൈവം നമ്മൾ സെൽഫായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം അതെല്ലാം ദൈവം നമ്മളിലൂടെ തന്നെ നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ദൈവം നമ്മൾ ഒരുക്കുകയാണത്. ദൈവം നമ്മൾ എന്തിനാ ഒരുക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ചില പുതിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാനുള്ളത് കൊണ്ടാണ്. പാകപ്പെടുത്തുകയാണ്. നമ്മൾ ഒരുക്കിയാണ്. നമ്മളെ അതിനെ ക്വാളിഫൈ ആക്കുകയാണ്. എന്തിനാ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിനക്ക് അടുത്ത കാര്യം എനിക്ക് ചെയ്യിക്കാൻ പറ്റൂ, അടുത്ത കാര്യം എനിക്ക് തരാൻ പറ്റൂ. അപ്പൊ നമ്മൾ ദൈവത്തെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ, നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ ദൈവം ആക്കിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നമ്മൾ ആയിത്തീരണം. ആയി വരണം. ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ എന്താ പറയാ, വാഗ്ദത്തങ്ങളായി തന്നെ നിൽക്കുന്നതിന്റെ കാര്യം അതൊരിക്കലും അവകാശമാക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ, നമ്മൾ അതിനുള്ള ഒരുക്കപ്പെട്ടിട്ടില്ല. സിമ്പിൾ അതിന്റെ മറുപടി. അപ്പൊ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ആയി വരാം. അപ്പൊ നമ്മൾ തീയിലൂടെയാണോ വെള്ളത്തിലൂടെയാണോ ഇരുട്ടിലൂടെയാണോ വെളിച്ചത്തിൽ, ഇതൊന്നും നിങ്ങൾ ബോധറിയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ ദൈവം നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. അനന്യനായ ദൈവമാണ്. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി തടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും പ്രവൃത്തി വെളിപ്പെട്ടില്ല, ദൈവം പ്രവർത്തിക്കാനായിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിന് ആ കൃത്യസമയം ആ തക്ക സമയം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് ഒരു രൂപ വിഗ്രഹത്തെ അല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. കാണാനോ കേൾക്കാനോ മിണ്ടാനോ കഴിയാത്തൊരു ദൈവത്തെ അല്ല. കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ പോലും വിവേചിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ, ഒരു ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭയത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ട. സ്നേഹത്തിലായിരിക്കണം. ഭയഭക്തിയോട് കൂടി ആയിരിക്കണം. നമുക്ക് നമ്മുടെ ദൈവം ഒരിക്കലും ഭീകരനായ ഒരു ദൈവമല്ല. മറ്റുള്ളവർ പറയുന്ന കണക്ക് കൊമ്പോ അതൊക്കെ വെച്ചിട്ടുള്ളതല്ല. നമ്മുടെ ദൈവം 10,000 അതിസുന്ദരന. അപ്പൊ അങ്ങനെ നമുക്ക് പേടി, ചില ദൈവങ്ങളെ കണ്ട് നമുക്ക് ഭയം തോന്നും അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ദൈവമാണോ എന്ന് തോന്നും അല്ലെ. പക്ഷെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ 10,000 അതിസുന്ദരന, ശാരോനിലെ പരിനീർ പുഷ്പം പോലെ അവൻ അത്ര സുന്ദരനാണ്. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ, ആ ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കും. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ ദൈവത്തിനുള്ളവർ തന്നെയാണ്. ഇവിടെ പറയുന്ന കണക്ക് നീ എനിക്കുള്ളവൻ തന്നെ. നീ എനിക്കുള്ളവൻ തന്നെയാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില വെള്ളത്തിലൂടെ തീയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകണം. പക്ഷെ ദൈവത്തിനുള്ളവനാണെങ്കിൽ, ദൈവം നമ്മളെ വേർതിരിച്ചതാണെങ്കിൽ, ദൈവം നമ്മളെ ഓമന പേർ ചൊല്ലി വിളിച്ചതാണെങ്കിൽ, നമ്മുടെ കരത്തെ ദൈവം പിടിച്ചിട്ടുണ്ട്. ആ കരം ഒരിക്കലും നമ്മളെ വിട്ടു മാറിപ്പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന്റെ കരം പിടിച്ചു തന്നെ ദൈവം പിടിച്ചിരിക്കുന്ന കരത്തിലൂടെ ദൈവം നടത്തുന്ന വഴിയിലൂടെ തന്നെ നടക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.